തോമസ് ചാഴികാടന്റെ പ്രചാരണത്തിന് ആവേശം പകരാൻ മുഖ്യമന്ത്രി എത്തുന്നത് ഇന്ന് കോട്ടയത്താണ്. ഇന്ന് മണ്ഡലത്തിലെത്തുന്ന മുഖ്യമന്ത്രി 3 യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ചാഴികാടന്റെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ പര്യടന പരിപാടിയും പൂർത്തിയായി. സനോജ് സുരേന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഗുഡ് മോർണിംഗ് സനോജ്. ഗുഡ് മോർണിംഗ് കാവ്യ. എങ്ങനെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പര്യടനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ, പ്രചാരണ പരിപാടികളുടെ വിശദാംശങ്ങൾ? കാവ്യ, മുഖ്യമന്ത്രി കൂടി ഇന്ന് തോമസ് ചാഴികാടന്റെ പ്രചരണ പ്രവർത്തനത്തിന് ആവേശം പകരാൻ വേണ്ടി ജില്ലയിൽ എത്തുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് 3 പരിപാടികളിലാണ് പങ്കെടുക്കുക. എറണാകുളത്തെ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി ഇന്നലെ എറണാകുളത്താണ് താമസിച്ചിരുന്നത്. അതിനുശേഷം രാവിലെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള വൈക്കം നിയോജക മണ്ഡലത്തിലെ തലയോലപ്പറമ്പിലാണ് ആദ്യ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത്. രാവിലെ 10:30 ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതിനുവേണ്ടിയുള്ള വിപുലമായ ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങളൊക്കെ തന്നെ തലയോലപ്പറമ്പിൽ പൂർത്തിയായിട്ടുണ്ട്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി പാലായിലാണ് മുഖ്യമന്ത്രി 2ാമത്തെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുക. വൈകുന്നേരം 6 മണിക്ക് തിരുനക്കര മൈതാനത്ത് നടക്കുന്ന യോഗത്തിലും മുഖ്യമന്ത്രി പ്രസംഗിക്കും. അങ്ങനെ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 3 പരിപാടി എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ പര്യടന പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ 3 പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനത്തിനാണ് കോട്ടയത്ത് ഇടതുമുന്നണി നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഒരാളാണ് കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ. സിറ്റിംഗ് MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനമാണ് ഇടതുമുന്നണി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലായിരുന്നു തോമസ് ചാഴികാടൻ. അത് വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷമാണ് ചാഴികാടൻ ഇപ്പോൾ നിയോജക മണ്ഡലം വാഹന പര്യടന പരിപാടികളിലേക്ക് കടന്നിട്ടുള്ളത്. പാലാ നിയോജക മണ്ഡലത്തിലെയും പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെയും വാഹന പരിപാടികൾ പൂർത്തിയായിട്ടുണ്ട്. പുതുപ്പള്ളിയിലും പാലായിലും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. അങ്ങനെ മുഖ്യമന്ത്രി കൂടി ഇന്ന് ജില്ലയിലേക്ക് എത്തുന്നതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന് കൂടുതൽ ആവേശം പകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒപ്പം തന്നെ തോമസ് ചാഴികാടനുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണം മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലാണ് ഇടതുമുന്നണിയും ഉള്ളത്. കാവ്യ.